ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു അടിച്ചുപൊളി ദിവസത്തിൻ്റെ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പുതിയ വഴികളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഞാൻ എൻ്റെ റൂംമേറ്റും കൂടി രാവിലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി തപസ്സിരുന്നു. അപ്പോൾ ഇന്നലെ അവധിയായിരുന്നല്ലോ. അപ്പോൾ കാലിയായ ഡിപ്പാർട്ട്മെൻറ്റ് കാണാനല്ല ഞങ്ങൾ പോയത്. ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഗൈസ്. ഉച്ചയ്ക്ക് കഴിഞ്ഞതിന് ശേഷം, അതായത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഞങ്ങളുടെ ഫ്രഷേഴ്സ് ഡേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഓടിച്ചെന്ന് മെസ്സിൽ നിന്ന് ഫുഡും കഴിച്ച് ഉറങ്ങി എണീച്ച കോലത്തിൽ നിന്ന് മാറി കുറച്ച് പുട്ടിയൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ പോയത് നണ്ണിനെ പുട്ടിയടിക്കാനായിരുന്നു. അപ്പോൾ സർപ്രൈസ് ഉണ്ടെന്ന് ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്ത ഏക വ്യക്തി ഞാനായിരിക്കും. അപ്പോൾ സീനിയേഴ്സ് നല്ല രീതിയിൽ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നണ്ണിനെ പർദ്ദ ഇടിപ്പിച്ച് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടിരുത്തി. അപ്പോൾ ഡെക്കറേഷൻ ഒക്കെ സെറ്റായതിന് ശേഷം വലതുകാല് വെച്ച് എൻ്റെ റൂംമേറ്റ് തന്നെ ആ ഫ്രഷേഴ്സ് പരിപാടി അങ്ങ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നപ്പോഴത്തേനും സീനിയർ നമുക്ക് ചോക്കിയൊക്കെ കൊണ്ട് തന്നു ഗൈസ്. അപ്പോൾ ചോക്കിയൊക്കെ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ ഇടയിൽ ലൈറ്റും സൗണ്ടൊക്കെ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയോനാട്യം എന്നായിരുന്നു നമ്മുടെ ഫ്രഷേഴ്സിൻ്റെ പേര് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീനിയേഴ്സിൻ്റെ കുറച്ച് ഡാൻസ് കാര്യങ്ങൾ, അതേപോലെ ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഗെയിം ഉണ്ടായിരുന്നത് നൂലുവലിയായിരുന്നു. അപ്പോൾ നൂലുവലിയിൽ ഫസ്റ്റ് അടിച്ചത് എൻ്റെ സ്വന്തം റൂംമേറ്റാണ്. അതിന് ഞാൻ നല്ല രീതിയിൽ അഭിമാനം കൊള്ളുന്നു. അപ്പോൾ അതിനേക്കാളേറെ ഞാൻ അഭിമാനം കൊള്ളുന്നത് ഒരു ദിവസം തന്നെ 2 സെറ്റ് ഡാൻസ് ഞാൻ കളിച്ചു എന്നതിലാണ്. അതായത് ഒരു സ്റ്റെപ്പ് പഠിക്കാൻ തന്നെ ഒരു ദിവസം എടുക്കുന്ന എന്നെ കൊണ്ട് 2 സെറ്റ് ഡാൻസ് കളിപ്പിച്ച എൻ്റെ ഡാൻസ് മാസ്റ്റർക്ക് ഞാൻ ഇവിടെ വീണ്ടും നന്ദി അറിയിക്കുന്നു. അപ്പോൾ സോപ്പും മറ്റേ ചോക്ലേറ്റും പിടിച്ച് നിൽക്കുന്ന പരിപാടി, ലൈക്ക് മാറി പറയുന്ന കമാൻഡ് പറയുമ്പോൾ കളിക്കുന്ന ഒരു പരിപാടി അതുണ്ടായിരുന്നു. അത് ഫണ്ണായിരുന്നു. അതുമാത്രമല്ല, എല്ലാ ഗെയിംസും എല്ലാ പരിപാടിയും ഫണ്ണായിരുന്നു ഗെയ്സ്. ഫണ്ണെന്നല്ല, ലൈക്ക് എന്താ പറയുക, ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഞാൻ മേക്കപ്പോട് കൂടി എൻ്റെ കൊച്ചിന് ഐസ്ക്രീം നീട്ടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞാൽ പോലും ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് കാര്യം മനസ്സിലാവാത്ത സമയത്ത് ടിഷ്യൂ പേപ്പറൊന്നും തിരികെ കയറ്റി ഇവരെ സംസാരിക്കാൻ വിട്ടാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ പരിപാടിയുടെ എൻ്റോട് കൂടി നന്ദി പറച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ലൈറ്റും പാട്ടും ഒക്കെ ഇട്ട് തന്ന് ഞങ്ങളെ അങ്ങ് അറമാദിക്കാൻ വിട്ടതായിരുന്നു. അറമാദിക്കൽ ഒരു 1.5 അറമാദിക്കലായി. കുറച്ചും കൂടി സമയം പാട്ട് വെച്ച് തന്നിരുന്നതിൽ എല്ലാത്തിൻ്റെയും വായിന്ന് നൊരയും പതയും വന്നേനെ. അത്ര രീതിയിൽ എൻജോയ് ചെയ്ത പരിപാടിയായിരുന്നു ഗൈസ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി.